ശബരിമലയിലെ ആചാര സംരക്ഷണം സംബന്ധിച്ചുള്ള നിലപാട് സർക്കാർ വീണ്ടും തിരുത്തുകയാണ്, യു-ടേൺ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആചാര സംരക്ഷണത്തിനെതിരല്ല സർക്കാർ എന്നുള്ള കാര്യം സുപ്രീം കോടതിയിൽ പറയാൻ പോകുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെ കാണുന്നത്? സർക്കാർ ഇപ്പോൾ 5-8 വർഷം കഴിഞ്ഞപ്പോൾ ആചാര സംരക്ഷണത്തിന് എതിരല്ല എന്ന് പറഞ്ഞെങ്കിലും ജനം സർക്കാരിനെതിരായി കഴിഞ്ഞു. സർക്കാർ ആചാരത്തിനെതിരാണെന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചെന്താ അറിയോ, നവോത്ഥാന നായകനായിട്ട് പിണറായി വിജയനെ വാഴ്ത്തും. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യാസ്വാമി ഒക്കെ കഴിഞ്ഞാൽ പിണറായി വിജയൻ. ഞാൻ കരുതുന്നുണ്ട്, മൂപ്പരും കരുതുന്നുണ്ട്, ദയനീയമായിട്ട് പരാജയപ്പെട്ടു, പാസ് മാർക്ക് കിട്ടിയില്ല, തോറ്റോടേണ്ടി വന്നു. ഇതൊന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. രാഷ്ട്രീയ നേതാക്കളൊന്നും പറയരുതെന്നല്ല, ഭരണ നേതൃത്വം എപ്പോഴും ഒരു രാജ്യത്തെ വ്യവസ്ഥാപിത വിശ്വാസ സംഹിതകളെയും ആചാര സംഹിതകളെയും അത് മനുഷ്യർക്കെതിരല്ലെങ്കിൽ, മനുഷ്യൻ്റെ അത് ഭരണഘടനയിലുണ്ടല്ലോ, മനുഷ്യൻ്റെ ആരോഗ്യത്തിനും മനുഷ്യൻ്റെ സ്വസ്ഥതയ്ക്കും ഒന്നും എതിരല്ലെങ്കിൽ അതൊക്കെ നടന്നോട്ടെ. പിന്നെ അതാത് ആചാരങ്ങളിലും ഒക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ പറയുകയാണ് അതൊക്കെ ഒന്ന് മാറാറായി എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ കൂടിയാൽ പോരെ. അതിന് പകരം എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം, ഇന്നലെ രാത്രി അവിടെ 2 സ്ത്രീകൾ കയറിയിട്ടുണ്ട് കേട്ടോ ശബരിമലയിൽ. ഇവിടുന്ന് വിളിച്ചുകൊണ്ട് കയറ്റിയിരിക്കുകയാണ്. നാളെ സമരമൊന്നുമില്ലേ? പരിഹാസമാണ്. പബ്ലിക്കായിട്ട് മുഖ്യമന്ത്രി പരിഹസിച്ചു ഇല്ലേ? ഇപ്പം മൂപ്പർക്ക് മനസ്സിലായി തിരക്കേണ്ടില്ല എന്നുള്ളത്. ഇതും പരിഹാസ്യമാണ്. ഇപ്പോഴീ ഇലക്ഷൻ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന അവരുടെ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തതക്കുറവിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണല്ലോ, ഞങ്ങൾ മാത്രമാണ് ശബരിമലയെ വിവാദഭൂമിയാക്കരുതെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്തത് ആദ്യം.